എന്താ തൃശ്ശൂൽ അവിടെ പോയി ഇങ്ങനെ നിൽക്കുന്നു? ഞാൻ നിന്റെ കൂടെ ഉണ്ടാവോന്നുള്ള സംശയമാണോ നിനക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ കൂടെ തന്നെ ഉണ്ടാവുന്ന. ഇനി 2 ദിവസം പൂർണ്ണമായി നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ കല്യാണ മുഹൂർത്തം ഒന്ന് കഴിഞ്ഞോട്ടെ. തൃശ്ശൂൽ, ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നേ? നീ എന്താ അവിടെ നോക്കുന്നേ? അത് ഒന്നുമില്ല. ശിവാനി, എനിക്കെന്തോ ഈ സ്ഥലം ശരിയായിട്ട് തോന്നുന്നില്ല. വാ, നമുക്ക് അങ്ങോട്ടേക്ക് മാറിയിരിക്കാം. എങ്ങോട്ട് മാറാൻ? ഈ സ്ഥലത്തിന് എന്താ പ്രശ്നം? ശിവാനി, നീ വാ, ഞാൻ പറയാന്നേ. വാന്ന് എഴുന്നേൽക്ക്. തൃശ്ശൂൽ, ഒന്നുമില്ല. ഞാൻ തൃശ്ശൂലായിരിക്കും വന്നേന്നാ വിചാരിച്ചേ. അല്ല, നാളെയാണ് കല്യാണം. ഇവനിനി എപ്പ വരാനാ? തൃശ്ശൂൽ, ശിവാനി, ശിവാനി, ശിവാനി. ഹേ ശിവാനി, നമുക്ക് പോയാലോ? ശിവാനി, എല്ലാം എടുത്തല്ലോ അല്ലേ? ശിവാനി, എന്തോടാ പറ്റി? അത് സുന്ദരി നമ്മൾ പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാവില്ലേ? അവളെ നമ്മുടെ കൂടെ കൊണ്ടുപോവാൻ ത്രിവിക്രം. നമ്മുടെ കല്യാണത്തിന് അവളും കൂടെ ഉണ്ടായിക്കോട്ടെ. ഈ പ്രാവിനെ കൊണ്ടുപോകാനോ? അതെന്താ? എന്താ ത്രിവിക്രം ഇങ്ങനെയൊക്കെ പറയുന്നത്? സുന്ദരി എന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്നവളാ. അവളെ നമ്മുടെ കല്യാണത്തിന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ? അതല്ല, അവിടെ ഒരുപാട് പേര് വരുന്നല്ലേ. പ്രാവിനെ കൊണ്ടുപോയി അതല്ല ത്രിവിക്രം. ശിവാനി, ടൈം ആവുന്നു, നമുക്ക് പോവാം.
കാണുന്നത്? ഞാൻ ഇവളുടെ കാര്യത്തിൽ പറ്റിക്കപ്പെടാണോ? എന്തോ എടുത്തയാടി പോലെ. ശിവാനി ഒരു നാഗമാണോ? തൃശൂൽ എന്തു പറ്റി? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇല്ല, എന്റെ ശിവാനി നാഗാവാൻ ഒരു ചാൻസും ഇല്ല. ഇവൾ വേറെ ആരുമാണ്. എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. അത് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരായിരുന്നു. ആദ്യമായിട്ട് തന്നെ കണ്ട സമയത്ത് തന്നെ എനിക്ക് പ്രണയം തോന്നിയത് അതൊക്കെ. അതാണോ? ഇപ്പൊ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്തിനാ അതൊക്കെ ആലോചിച്ചോണ്ട് നടക്കുന്നേ? അതെന്താ ശിവാനി, നമ്മുടെ ഓർമ്മകളൊക്കെ നല്ലതല്ലേ? അതൊന്നും വേണ്ടെന്നാണോ? അയ്യോ, വേണം, എല്ലാം വേണം. എങ്കി പറ, ഞാനൊന്ന് നോക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് എവിടെ വെച്ചാ? അത് പുറത്തു വെച്ചിട്ട്. പുറത്തുനിന്ന് വെച്ചാ? ഈ ശിവാനി ഇവനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ആർക്കറിയാം? വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ. പറയ് ശിവാനി, പുറത്തുനിന്ന് പറഞ്ഞ എവിടെയാ? വീട്ടില്. വീടിന്റെ പുറത്താണോ? അവിടെ തന്നെ. ഞാൻ കോമ്പൗണ്ടിക്ക് ചാടി ഒന്നുമല്ലേ? അതൊന്നും എനിക്ക് മറക്കാനേ പറ്റില്ല. സത്യ, മറക്കാൻ പാടായിരിക്കും. ശിവാനി, നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നില്ലേ? അവരുടെ പേരെന്തായിരുന്നു? മറന്നുപോയല്ലോ. ശിവാനിയുടെ കൂടെ ഉണ്ടായിരുന്നവരോ? ആരൊക്കെ അത്? അറിയില്ലല്ലോ എനിക്ക്. എന്താ ഇപ്പൊ ചെയ്യാ? അതെ, രണ്ടാളും ഒരേപോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അവരുടെ പേരെന്തായിരുന്നു? അവരുടെ പേര് എന്തു പറ്റി ശിവാനി? ഓർമ്മ വരുന്നില്ലേ? ശരി, വിട്ടേക്ക്. ശിവാനി, നമ്മൾ രണ്ടുപേരും ട്രിപ്പ് പോയത് ഓർമ്മയില്ലേ? അന്ന് അവിടെയുള്ളവരൊക്കെ നമ്മളെ ഒരു പേര് വിളിച്ചിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഇവൻ എന്തിനാ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നേ? എന്തെങ്കിലും സംശയം വന്നോ ഇവന്? അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. പറ ശിവാനി. ഒരു ദിവസം ഒരു സിനിമയ്ക്ക് നമ്മൾ രണ്ടുപേരും വോയിസ് ഡബ് ചെയ്ത് കളിച്ചായിരുന്നു. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അത് ഏത് സിനിമയാണെന്ന് പറഞ്ഞേ? തൃശൂൽ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? അത് എന്തിനാണെന്ന് വെച്ചാ, നമുക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? അതിനു വേണ്ടിയാ പറയുന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞോളാം, പക്ഷെ എനിക്ക് വയസ്സായിട്ട് ഞാനതൊക്കെ മറന്നു പോണെങ്കിലോ? അപ്പോ നീയെങ്കിലും ഓർത്തു വെക്കണമല്ലോ. അതിനുവേണ്ടി ചോദിച്ച. പറ ശിവാനി, അന്ന് എന്താ സംഭവിച്ചേ? ഒന്ന് പറയുന്നേ. ഇവൻ വിടില്ല. ഞാൻ കുടുങ്ങിയെന്നാ തോന്നുന്നത്. സംസാരിക്ക് ശിവാനി. എന്താ ഒന്നും ഉണ്ടാവും നിൽക്കുന്നേ? നമ്മൾ എവിടെയൊക്കെ പോയെന്ന് പറ. ഇവൻ മനഃപൂർവ്വം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തു പറ്റി ശിവാനി? ഇതൊന്നും സംസാരിക്കാൻ പാടില്ലെന്നാണോ, അതോ ഇതൊന്നും തന്നെ ഓർക്കാൻ താല്പര്യമില്ലെന്നാണോ? നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, വിട്ടേക്ക്. നിനക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അവളുടെ പേര് ഓർമ്മയുണ്ടോ? അത് പറയ് ശിവാനി, നിന്റെ കൂട്ടുകാരുടെ പേര് തന്നെ മറന്നുപോയോ? അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി. അതെന്നാണ്, ഏത് ദിവസമാണെന്നറിയോ? പറ. നിന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണെന്ന് നീ പറയായിരുന്നില്ലേ? ആ ദിവസം തന്നെ മറന്നുപോയോ നീ? അവൾ മരിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? നീലി നിന്റെ കൂട്ടുകാരിയായിരുന്നു. അവൾ മരിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലേ? ഇവനെന്തോ സംശയം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഇപ്പൊ ചെയ്യാ? സംസാരിക്ക് ശിവാനി. നിന്റെ കൂട്ടുകാരി നീലി എങ്ങനെ മരിച്ചേ? പറയ്. അത് ഒന്ന് പറയണ്ടേ ശിവാനി. ഇങ്ങനെ വെറുതെ മൂളിക്കൊണ്ട് നിൽക്കാതെ കാര്യം പറ. പറയാൻ എന്താ ബുദ്ധിമുട്ട്? സത്യമായിട്ട് നിനക്ക് അറിയില്ലേ? സംസാരിക്കേ. എന്താ ശിവാനി?
വാ തുറന്ന് പറ. പറയ്, നീ ആരാണെന്ന് പറ. സംസാരിക്കാൻ. ഒന്നിനും ഉത്തരം തരാതെ ഇങ്ങനെ വെറുതെ നിൽക്കാനാണോ നിന്റെ ഭാവം? അതോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മിച്ച് എന്റെ അടുത്ത് ഒരുപാട് പ്രണയം തോന്നുന്നുള്ള കാരണം കൊണ്ടാണോ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്ന് പറയ്. പ്രണയം കൂടുമെന്ന് തോന്നിയതുകൊണ്ടാ. നമ്മൾ ആദ്യം കണ്ടതുപോലും ഓർമ്മയില്ലാത്ത പ്രണയം കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത്? എനിക്കിതൊന്നും തന്നെ അറിയണ്ട. എനിക്ക് ഉത്തരം കിട്ടിയാ മതി. പറയ് ശിവാനി, വാ തുറന്ന പറ. എനിക്ക് കുറച്ച് സമയം താ. ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം താന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഓ, നിനക്ക് സമയം വേണമല്ലേ? ഇതെല്ലാം ഓർത്തെടുക്കാൻ സമയം വേണമല്ലേ? നടക്കില്ല. ഈ ചോദ്യമല്ല, 1,00,000 ചോദ്യങ്ങൾ ചോദിച്ചാലും നിന്റെ അടുത്തുനിന്ന് ഒന്നിനും ഉത്തരം കിട്ടത്തില്ല. കാരണം എന്താ? എന്താ കാരണം എന്താന്ന് വെച്ചാ, നീ എന്റെ ശിവാനിയെ അല്ലെന്ന് എനിക്കറിയാം. വേറെ ആരുമാണ്? നന്ദീശ. മുതലാളി. എല്ലാരും എത്തിയോ? എല്ലാരും എത്തി മുതലാളി. അല്ല, ത്രിവിക്രമനെ ശിവാനിയും കണ്ടില്ല. ഇതാ വന്നല്ലോ മുതലാളി. ഡാഡ്, ഞങ്ങൾ എല്ലാരും ഇങ്ങ് എത്തി. അങ്കിൾ എവിടെ? ആന്റിയെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു പോയതാണല്ലോ. ഇതുവരെ വന്നില്ലേ? രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. എവിടെ ഗോവിന്ദനും തനിഷയും? വന്നു ഞാനാണ് ആദ്യം വന്നത്. അല്ല, നീ ഒറ്റയ്ക്കാണോ വന്നത്? ഗോവിന്ദനോട്? എനിക്കറിയില്ല. എന്നെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് വന്നതേയില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് റിസോർട്ടിലേക്ക് ഇങ്ങ് പോകുന്നു. ആന്റി, അങ്കിൾ എല്ലാരെക്കാളിലും മുമ്പേ ഇറങ്ങിയതാണല്ലോ ആന്റിയെ പിക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇത് എവിടെ പോയി? ഓ, അങ്ങനെയാണോ? എന്നാ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്കിളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓക്കെ, എല്ലാവരും പോയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വാ. നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദമയന്തി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യും. ശരി, ആയിക്കോട്ടെ. ത്രിവിക്രമ, ഇനി കുറച്ചു നേരം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. ബാച്ചിലർ ലൈഫിൽ നിന്ന് ഫാമിലി മാനിലേക്കുള്ള യാത്രയ്ക്ക്. ഡാഡ്, ചേട്ടൻ അതിന് തന്നെയാ വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. മുതലാളി, തൃശൂർ എത്ര മണിക്ക് ഇങ്ങോട്ട് വരിക? അവനിങ്ങ് എത്തിക്കൊള്ളുന്നേ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവൻ എപ്പോഴാ വരുന്നേന്ന്? അവനോട് നിങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ലല്ലോ. വെറുതെ എന്തിനാ കള്ളം പറയുന്നേ? മധുമതി, തൃശൂർ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാനാ നന്ദീശനോട് പറഞ്ഞത്. അതെ, തൃശ്ശൂര് മെഹന്തിയോടൊന്ന് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ട് അന്ന് വന്നില്ല. പിന്നെ പൂജ നടക്കുന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞു. അന്നും വീട്ടിലേക്ക് എത്തിയില്ല. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നേന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. സത്യം പറ നിങ്ങള്, അവൻ എന്നെങ്കിലും വരുമോ ഇല്ലയോ? അവൻ വരും ദമയന്തി. ആ വിശ്വാസത്തിന്റെ പുറത്താണടാ ഈ രണ്ടമ്മമാരുടെയും ജീവൻ നിലനിന്നു പോകുന്നത്. വേഗം വരാൻ പറ അവനോട്. ഇവരുടെ സങ്കടം കണ്ടു നിൽക്കാനാവുന്നില്ല. ഞാൻ അവനോട് പറയാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പോയി ഒന്ന് റെഡി ആയിട്ട് വന്നേ. നമ്മുടെ ബന്ധുക്കളൊക്കെ വരാൻ നേരമായിട്ടുണ്ട്. പിന്നെ ദമയന്തി, നീ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ശരി മധു. മുതലാളി, തൃശൂൽ എനിക്കറിയില്ല നന്ദീശ. എവിടെയാണെന്നോ എന്തെടുക്കുകയാണെന്നോ വരുവോ ഇല്ലയോ എന്ന് പോലും ഒന്നും എനിക്കറിയില്ല. തൃശ്ശൂർ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിന്റെ ശിവാനി അല്ലെന്നൊക്കെ പറഞ്ഞ? ഞാൻ നിന്റെ ശിവാനി തന്നെയാ. എന്താ പറ്റിയ നിനക്ക്? ഏയ്, നീ എന്നോട് തന്നെ തിരിച്ചു ചോദ്യം ചോദിക്കേ. ഉത്തരം തരാൻ പറ്റാതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നീയാ. കാരണം നീ എന്റെ ശിവാനിയെ അല്ല, നീ വേറെ ആരുമാണ്. തൃശ്ശൂർ, നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? എനിക്ക് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഇപ്പൊ എന്റെ തലയ്ക്ക് കുഴപ്പമുണ്ടാക്കാൻ വന്നിരിക്കുക. നീ എന്റെ ശിവാനിയല്ല, നീ മനുഷ്യനെയല്ല, നീ ഏതൊരു പാമ്പാണ്.
തൃശൂൽ നീ ഇതെന്തൊക്കെയായി പറയുന്നേ? മനുഷ്യനല്ല പാമ്പാണെന്നൊക്കെ പറഞ്ഞ അതെങ്ങനെ സാധിക്കാനാ? അതൊക്കെ സാധിക്കും. കാരണം അതിന്റെ ഉദാഹരണമല്ലേ നിൽക്കുന്നേ. തൃശൂൽ നിനക്ക് ഉറപ്പായിട്ടും എന്തോ പറ്റിയിട്ടുണ്ട്. എന്നോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങിയോ? അതോ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നതാണോ? ഇത് തമാശയൊന്നുമല്ല. നീ ആരാണെന്ന് പറ. നീ ഒരു പാമ്പാണെന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടതാ. വെള്ളത്തിൽ നിന്റെ പ്രതിബിംബം പാമ്പായിട്ടാണ് ഞാൻ കണ്ടത്. നിന്റെ നിഴല് പോലും പാമ്പിനെ പോലെ ഉള്ളത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല. വെറുതെ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. മര്യാദയ്ക്ക് പറ, ആരാ നീ? നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ? എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് എന്തിനാ? പറയേ, ആരാണ് നീ? ത്രിവിക്രമന്റെ കല്യാണം ഒരു ഉത്സവം പോലെയാണല്ലോ നടത്തുന്നത്. നടത്തിയല്ലേടോ പറ്റൂ, കടമയല്ലേ. എവിടെ നിന്റെ മകൻ? പരിചയപ്പെടുത്തിയില്ലല്ലോ. ത്രിവിക്രമ. യെസ് ഡാഡി. മാമനെ, ഇദ്ദേഹം എന്റെ ഒരു ബിസിനസ് പാർട്ട്ണറാ, മിസ്റ്റർ മാധവൻ. ഇതാ എന്റെ മകൻ. ഹലോ അങ്കിൾ. കുറെ മുമ്പ് കണ്ടതാ, ആളങ്ങ് മാറിപ്പോയി. എവിടെ നീ കെട്ടാൻ പോകുന്ന പെണ്ണ്? റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ? ഇല്ല അങ്കിൾ, ഇവിടെ തന്നെ ഉണ്ട്. ശിവാനി, വീണ, ശിവാനി ഒന്ന് വിളിച്ചേ. ഏടത്തി, ഏടത്തി, എന്താ ഈ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ശിവാനി, ഇതെന്റെ ഒരു ഫ്രണ്ടാണ്, മിസ്റ്റർ മാധവൻ. ഇതാണോ എന്റെ മരുമോള്. നമസ്കാരം. മരുമോള് സംസാരപ്രിയാലെന്ന് തോന്നുന്നു. അവൾ അങ്ങനെയാണ്. ശരി, എന്നാ ഞാൻ അങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ. അതെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശിവാനി, മോൾ ഇതുവരെയായിട്ട് റെഡിയായില്ലേ? വീണേ, വേഗം അവളെ റെഡിയാക്കി കൊണ്ടുവാ. ദമയന്തി, നീ ഒരു മിനിറ്റ് വന്നേ. ദമയന്തി, ശിവാനി വന്ന സമയം മുതൽ ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് ചോദിക്കാൻ പറ്റില്ല, നീ അവളോടും ചോദിക്ക. എന്തായാലും ഞാൻ ശിവാനി അല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ ഞാൻ ആരാണെന്ന് പറയുന്നത്? ഞാൻ പറയില്ല. അതെന്തുകൊണ്ടാ? പറയേ. ഇന്ന് എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഉത്തരങ്ങൾ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ... ദമയന്തി, ശിവാനി വന്ന സമയം മുതൽ ആകെ ഡള്ളായിരിക്കുന്നല്ലോ. എല്ലാ കാര്യങ്ങളും എനിക്ക് ചോദിക്കാൻ പറ്റില്ല, നീ അവളോടും ചോദിക്ക. ഞാനിപ്പോ തന്നെ ചോദിക്കാം. എന്നാ ചെല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ അപ്പുറത്തുണ്ട്. കേട്ടോ. ഞാൻ നിന്റെ ശിവാനി തന്നെ അല്ല, നീ ശിവാനിയുടെ രൂപത്തിലുള്ള ഏതോ ഒരു മാന്ത്രികയാ. ഏയ് പറ, സംസാരിക്കാനാ പറഞ്ഞേ. ഏയ് ചിരിക്കണ്ട. എനിക്ക് നിന്റെ ചിരിയൊന്നും കേൾക്കണ്ട, ഉത്തരവാണ് കിട്ടുന്നത്, അത് പറ. പറയില്ല. എന്തായാലും ഞാൻ ശിവാനി അല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ ഞാൻ ആരാണെന്ന് പറയുന്നത്? ഞാൻ പറയില്ല. അതെന്തുകൊണ്ടാ? പറയേ. ഇന്ന് എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഉത്തരങ്ങൾ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ... എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? വീട് എന്നെ വെറുതെ വിട്ടേക്ക്. ആരാ നീ? ഞാൻ നിന്റെ ശിവാനി തന്നെയാണ്. അല്ല, നീ എന്റെ ശിവാനി അല്ല. സത്യം എന്താന്ന് വെച്ചാ പറ. സത്യം അറിയണോ നിനക്ക്? ഞാൻ നിന്റെ ശിവാനി തന്നെയാണ്.
ആ